കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, വേഗം വരൂ. നമുക്ക് നേരെ ആ കിഴക്കേ നടയിലുള്ള ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഗണപതിയെ തൊഴാം. അതിന് ശേഷം ആ ഗുരുവായൂരപ്പൻ്റെ ഗോപുര നട തുറന്ന് അങ്ങനെ അകത്തേക്ക് കയറാം. ആ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തിയിട്ട് അകത്തേക്ക് കയറാം. നല്ല തിരക്കാണെന്ന്. അപ്പോൾ നേരെ ഗോപുരം വഴിയാണ് വിടുന്നത്, കൊടിമരം വഴി. അപ്പോൾ അങ്ങനെ നേരെ വന്ന് ഗുരുവായൂരപ്പനെ കാണാം. ഇന്നത്തെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ എന്താണ് കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത് എന്നൊക്കെ നോക്കണ്ടേ? അപ്പോൾ എല്ലാവരും വരൂ. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ ആ മേൽപ്പത്തൂരിനെ ഒന്ന് പ്രണമിക്കാം, ഇടത്തെ സൈഡിൽ. അത് കഴിഞ്ഞാൽ നേരെ വലതുവശത്തായിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കുക. അപ്പോൾ ആകെ പ്രകാശം ഇങ്ങനെ ആ നെയ്വിളക്കിൻ്റെ പ്രകാശത്തിലിങ്ങനെ ഗുരുവായൂരപ്പനെ ഇങ്ങനെ കാണാം. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് കളഭം കൊണ്ട് ചതുർബാഹുവായ വിഗ്രഹം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ചാർത്താണെന്നുള്ളത്. ഇന്ന് ഉച്ചപൂജയും അതേപോലെ കളഭാലങ്കാരമൊക്കെ ഉണ്ടായി. ഉച്ചപൂജ ഉണ്ടായത് പഴയം കൃഷ്ണപ്രസാദ് ഓദിക്കനാണ്. ഇന്ന് കളഭാലങ്കാരം ചെയ്തിട്ടുള്ളത് കക്കാട് കൊച്ചോദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള അലങ്കാരമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ കണ്ടോളൂ, ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുക. അതേപോലെ ആ ഒരു വലിയ ഉണ്ടമാല ഉണ്ട്, ഒരു ഇളം കളറ്, ചുവന്ന ഇളം കളറ്. അതേപോലെ തെച്ചിപ്പൂവും തുളസിപ്പൂവും ആയിട്ടുള്ള ഒരു ഉണ്ടമാലയാണ്. അപ്പോൾ അത് കണ്ട് തൊഴുക എല്ലാവരും. ഗുരുവായൂരപ്പൻ്റെ ഗദ കൊടുത്തിട്ടുണ്ട്, ഗദ കളഭം കൊണ്ടാണ്. അതേപോലെ ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടിയ ആ നാരായണനായിട്ടാണ് ശ്രീലകത്ത് ഇന്ന് നമുക്ക് ഭക്തർക്കെല്ലാവർക്കും ദർശനം നൽകുന്നതേ. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. എല്ലാവരും ഗുരുവായൂരപ്പനെ ശ്രവിക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുക. തൊഴുന്ന പോലെ മനസ്സിൽ അങ്ങോട്ട് സങ്കല്പിക്കുക. ആ സങ്കല്പം തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ രൂപം. അങ്ങനെ കണ്ട് തൊഴുത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോൾ അഗ്നികോണിൽ തൂവുന്ന സ്ഥലത്ത് നിന്ന് നോക്കി തൊഴാം. അതേപോലെ തിടപ്പള്ളിയിലേക്ക്, അതായത് ഗണപതി ഹോമം നടത്തുന്നതും ഭഗവാന് നേദ്യം ഉണ്ടാക്കുന്നതായ തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴാം. അങ്ങനെ തൊഴുത് നേരെ നമ്മൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. വിഘ്നേശ്വരൻ്റെ അവിടെ നിറയെ പഴമുണ്ട് കേട്ടോ. ഒന്ന് നേദ്യം കഴിഞ്ഞ് നല്ല നിറയെ പഴമൊക്കെ കൊടുത്തിട്ടുണ്ട്. മഞ്ഞ പട്ടെടുത്തിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിലുള്ള പൊട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് വിഘ്നേശ്വരൻ നിൽക്കുന്നത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് തൊഴുത് സരസ്വതി ദേവിനെ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവിക്കൊന്ന് വലിയ തുളസിമാലയാണ് ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ സൈഡിലുള്ള ഗണപതിനെയൊക്കെ കണ്ടിങ്ങനെ തൊഴുത് വരാം. അങ്ങനെ വന്ന് മത്സ്യകൂർമ്മം, വരാഹം, നരസിംഹമൊക്കെ ആയിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ട് മേൽശാന്തിയിൽ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി തൊടാം. അതേപോലെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. അത് കഴിഞ്ഞ് അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. അങ്ങനെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുതിങ്ങനെ പോരാം. വീണ്ടും കൃഷ്ണനെ കാണാം. അതുപോലെ ഹനുമാൻ സ്വാമി, മുരുകനെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അവിടെ വെറ്റിലമാലയുണ്ട്, സിന്ദൂരും ഉണ്ട് നിറയെ. അപ്പോൾ അതൊക്കെ എടുത്ത് തൊട്ട്, അതേപോലെ രാധാകൃഷ്ണ വിഗ്രഹത്തിലുണ്ട് സിന്ദൂരും വെറ്റിലമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആൾക്കാർക്ക് അറിയാഞ്ഞിട്ട് ചാർത്തിയെന്നാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച്, അതേപോലെ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ താമരക്കണ്ണനെ, ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ അങ്ങനെ നടക്കുക. അങ്ങനെ മണിക്കിണർ കാണാം. അതിനപ്പുറം നമ്മളെ കണ്ണൻ നൃത്തം ചെയ്യുന്ന നൃത്താറയിലേക്ക് നോക്കിയിട്ട് അവിടെ കണ്ണനുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ അവിടെ തൊഴുത് പോരാം.
കുറൂരമ്മേനൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്തോട്ട് വന്ന് ആ പ്രസാദമൊക്കെ വാങ്ങി നേരെ എടത്തരികത്തുകാവിലെ അമ്മയുടെ അടുത്തേക്ക് വരാം. അവിടെ വന്ന് തൊഴാം. അവിടെയൊക്കെ തിരക്ക് തന്നെയാണ്. ഇന്ന് കൊടിമരം വഴിയെ വിടുന്നത് ആളുകളെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ അപ്പുറത്ത് വന്ന് മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് തൊഴുക. അതിനുശേഷം കൊടിമരത്തിൻ്റെ അവിടെ വന്ന വീണ്ടും ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തെ ഒന്നുകൂടി കണ്ട് തൊഴുത് ആ കൂത്തമ്പലത്തിലേക്കും വന്ന് കൊണ്ട് തൊഴാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരാം. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് നേരെ ഇങ്ങനെ പോന്ന് പടിഞ്ഞാറ് നടയിൽ വന്ന ആ ദീപസ്തംഭം കണ്ടു തൊഴാം. ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെയും അതേപോലെ ആ കൊടിമരത്തിലെ വേണുഗോപാലിനെയും കണ്ട് തൊഴുത്. അപ്പോൾ ഇന്ന് എല്ലാവരും എന്നെ ശ്രവിച്ച എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജ കണ്ടു തൊഴുതു. ആ സംതൃപ്തി ഉണ്ടാവട്ടെ. ആ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.